ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീട്ടിലെ മഷ്റൂം കൃഷിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ ഫോട്ടോയിൽ കണ്ടത് ഞങ്ങൾ പറിച്ചെടുത്ത കൂണാണ്. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ബെഡുകൾ. നേരത്തെ കാണിച്ച വിളവ് കിട്ടിയത് ഈ ബെഡുകളിൽ നിന്നായിരുന്നു. ഞങ്ങൾ ഇത് നിറച്ച ബെഡുകളായിരുന്നു മേടിച്ചത്. അത്യാവശ്യം വിളവ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് ഞങ്ങൾ വിളവെടുത്ത ഒരു ഭാഗമാണ്. വിളവെടുത്തതിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. എല്ലാം മൈസീലയും പടർന്ന് വളരെ നല്ല രീതിക്ക് വെള്ളയായിട്ടുണ്ട്. ഈ കൂൺ ബെഡുകൾ ഞങ്ങൾ 5 എണ്ണമാണ് വാങ്ങിച്ചത്. ഈ പൊട്ടിയത് എന്തെന്നാൽ ഞങ്ങൾ ഒരു തവണ കയ്യിൽ നിന്ന് താഴെ വീണ് പോയതായിരുന്നു. ഉറിയൊക്കെ കെട്ടി നനച്ചൊക്കെ ഞങ്ങൾ കൃത്യമായി പരിപാലിക്കാറുമുണ്ട്. കൂൺ ഉണ്ടാവുന്നതിൻ്റെ വിവിധ ഫോട്ടോകളാണ് നിങ്ങൾ ഈ കാണുന്നത്. കൂൺ മുട്ട് ഉണ്ടാകുന്നത് മുതൽ പാകമായി വിളവെടുക്കുന്നത് വരെയുള്ള ഞങ്ങൾ ഉണ്ടാക്കാറുള്ള മഷ്റൂം ഡ്രൈ ഫ്രൈ ആണ് ഇത്. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് പരീക്ഷിച്ച ഒരു ബെഡുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ തന്നെ ഇതൊക്കെ മേടിച്ചതാക്കേണ്ടതാണ്. അതിന് ഇത് കണ്ടില്ലേ, ഞങ്ങൾ കട്ടിട്ടിട്ട് മൈക്രോപോറസ് ടാപ്പ് കൊണ്ടാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. 4 ഭാഗത്തായാണ് ഞങ്ങൾ ഇത് ഒട്ടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഞങ്ങൾ പെല്ലറ്റും സീഡും ഒക്കെ മേടിച്ച് സ്വയം വീട്ടിൽ നിന്ന് തന്നെ ചെയ്തതാണ്. ഇതിന് കുറച്ച് മഞ്ഞ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മൈസീലിയം പടരുന്നതാണ്. ഈ വെള്ളത്തുള്ളികൾ കണ്ടില്ലേ, ഇത് മൈസീലിയം പടരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു വെള്ളത്തുള്ളികളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ മൈസീലിയം പടർന്നു തുടങ്ങിയ ബെഡുകളാണ്. ഇത് കുറച്ച് മഞ്ഞ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങേ അറ്റത്ത് കണ്ടില്ലേ, ഇത് നല്ല വെള്ള കളറിൽ കാണുന്നുണ്ട്. അത് നല്ല മൈസീലിയം പടർന്നു തുടങ്ങി നല്ല ഭംഗിയായിട്ട് വെള്ള കളർ കാണുന്നുണ്ട്. ഇത് ഒരു 12 ദിവസം മുന്നേ നമ്മൾ ചെയ്ത ഒരു ബെഡ് ആണ്. എല്ലാത്തിനും മൈക്രോപോറസ് ടാപ്പൊക്കെ ഒട്ടിച്ച് ഇതാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ചായി മൈസീലിയം പടരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് ഉറിയിലേക്ക് മാറ്റി വെച്ചത് ആണ്. നമ്മളൊരു 8ഓളം ബെഡ് ആയിരുന്നു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം തന്നെ ഏകദേശം മൈസീലിയമൊക്കെ പടർന്ന് പാകമായി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് കണ്ടില്ലേ, ഒരു പച്ച കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് മാറ്റി വെക്കണമെന്നാണ് തോന്നുന്നത്. കുറേശ്ശെ പച്ച കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി കുറച്ച് നമ്മൾ ബെഡ് നനയ്ക്കുന്ന വീഡിയോസ് കാണിച്ചു തരാം. ഞങ്ങൾ ഒരു സ്പ്രേ ബോട്ടിലാണ് നനയ്ക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് വെള്ളം കപ്പിലേക്ക് പാറ്റി നനച്ചാൽ ഒരിക്കലും ഇത് വെള്ളം കൂടുതലായി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്പ്രേ ബോട്ടിൽ ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയും ഞങ്ങളുടെ കൂൺ കൃഷിയുടെ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരും. എല്ലാവരും കാത്തിരിക്കണേ. പ്ലീസ് like and subscribe.